100 പേരെടുത്താൽ അതിൽ 3 പേർക്ക് മാത്രമേ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിജിറ്റൽ ലൈഫ് ബാലൻസ് ഉള്ളൂ എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ അതായത് ബാക്കിയുള്ളവരൊക്കെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണെന്ന് ചുരുക്കം. അതുപോലെ തന്നെ 25 വയസ്സിൽ താഴെയുള്ളവരിൽ 92% ആളുകൾക്കും ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളും 91% ആളുകൾക്കും വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ജോലി സ്ഥലത്തെ പിരിമുറുക്കം, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ഇതൊക്കെയാണ് യുവാക്കളിൽ ഇത്ര മാനസിക സമ്മർദ്ദവും വിഷാദരോഗമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ മെന്റൽ ഹെൽത്ത് ഒക്കെ റെഡിയാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം ഈ സമ്മർദ്ദത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന കാര്യമാണോ അല്ലയോ എന്നെങ്കിലും ചിന്തിക്കാമല്ലോ. അപ്പോൾ ആണെങ്കിൽ നമുക്കതിനെ പരിഹരിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ വെറുതെ അതിൻ്റെ മേൽ സ്ട്രെസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത്രയെങ്കിലും ആലോചിച്ചാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആൻസൈറ്റി ഒക്കെ നോർമൽ അല്ലേ? എല്ലാവരിലും കാണുന്നൊരു കാര്യമല്ലേ? നോർമലാണ്. പക്ഷെ നമ്മുടെ നോർമലായിട്ടുള്ള പ്രവർത്തികളെയും നമ്മുടെ സാമൂഹിക ബന്ധത്തെയും ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് സ്പേസിനെയൊക്കെ ബാധിക്കുന്ന പോലെ വഷളാകുന്നുണ്ടെങ്കിൽ അത് ആൻസൈറ്റി ഡിസോർഡറാണ്. 2030 ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ള ഒരു അസുഖമായിട്ട് ഈ വിഷാദരോഗം മാറുമെന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ തന്നെയാണ് അതിന് ഏറ്റവും നല്ലതും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയായി ഡിപ്രഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? പറ്റും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താൽ മതി. ഇപ്പം സപ്ലിമെൻറ്റ്സ്, ബോഡി മസാജ്, നല്ല ഉറക്കം, സോഷ്യലൈസേഷൻ, മറ്റുള്ളവരെ സഹായിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത്, നല്ല പാട്ട് കേൾക്കുന്നത്, ഇനി സൂര്യപ്രകാശം ഏൽക്കുന്നത്, ഇതൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ നല്ല വഴികളാണ്. അതുപോലെ ഇനിയിപ്പം പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പെറ്റ്സിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നതും, ഇപ്പോൾ പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചില പൂന്തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു പച്ചവതച്ച നെൽപ്പാടം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം, നടക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ വെറുതെ നടക്കുന്നത് പോലെ മനസ്സിൽ സങ്കല്പിക്കുന്നത് നല്ലൊരു തെറാപ്പിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കായികമായിട്ടും ഇതിനൊക്കെ നേരിടാം. വർക്കൗട്ട് ചെയ്യുക, നടക്കുക, നീന്തുക, അതുപോലെ നല്ല പാട്ട് കേട്ട് കുറച്ച് നേരം ഡാൻസ് ചെയ്താലൊക്കെ നല്ല ആശ്വാസം കിട്ടും. ചിരിയും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിരി മനുഷ്യൻ്റെ ആയുസ് കൂട്ടുമെന്നാണല്ലോ. അതുപോലെ കരച്ചിലും നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ കരഞ്ഞു തീർക്കുന്നതും എന്തെങ്കിലും അത് തുറന്നു പറയുന്നതും ഒക്കെ നല്ലൊരു ആശ്വാസം നൽകും. പിന്നെ ചിട്ടയായിട്ടുള്ള ഭക്ഷണ രീതി പ്രധാനപ്പെട്ടതാണ്. ഉരുളക്കിഴങ്ങ്, പഴങ്ങൾ, പോപ്കോൺ, പച്ചില ചേർത്ത സാൻഡ്വിച്ച്, ഇതൊക്കെ കഴിക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ രോഗങ്ങളെയും പോലെ തന്നെ മാനസിക രോഗവും വരാതെ നോക്കുന്നത് തന്നെയാണ് ഉത്തമം.